അപ്പോൾ ഗൗരിശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും ശങ്കറിന്റെയും ഗൗരിയുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്? ഇപ്പോൾ നല്ലപോലെ അവരുടെ ആ ഒരു പ്രശ്നങ്ങളും തർക്കങ്ങളും വഴക്കുകളും എല്ലാം കഴിഞ്ഞ് സന്തോഷത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, ഗൗരിക്ക് വേണ്ടിയിട്ട് ശങ്കർ ഒരു വലിയൊരു സർപ്രൈസ് ഒരുക്കാൻ പോവുകയാണ്. ശങ്കർ മാത്രമല്ല, അതിൻ്റെ കൂടെ ആദർശും നമ്മുടെ വേണിയും എല്ലാവരും കൂടെ കാണും. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സർപ്രൈസ് വരാൻ പോകുന്നത്, എന്തൊക്കെ എനിക്കും ഇനി അവരുടെ ജീവിതത്തിൽ മാറിമറിയാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ശങ്കറും ഗൗരിയും കൂടി തൃശ്ശൂരിലെ വലിയൊരു ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ അവിടെ ഒരു കാൻഡിഡ് ഡിന്നർ അത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ശങ്കർ തീരുമാനിക്കുകയാണ്. അപ്പോൾ അതെങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരോടും ശങ്കർ ഈ ഒരു കാര്യം പറയുവാണ്. എൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ ഒരു ഡിന്നറിൽ താല്പര്യമുണ്ട്, അപ്പോൾ അത് ഒരുക്കണം, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും സഹകരിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം നമ്മുടെ ശങ്കർ എല്ലാവരും സമ്മതിച്ചത് പ്രകാരം കാൻഡിൽ ഡിന്നർ ഒരുക്കി നമ്മുടെ ഗൗരിക്ക് ആ ഒരു സർപ്രൈസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവരുടെ ആ ഒരു സന്തോഷവും പിന്നെ ആ ഒരു സ്നേഹവും അങ്ങനെയൊക്കെ കണ്ടിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോ കാര്യങ്ങൾ അങ്ങോട്ടും സംസാരിച്ച് വരുന്ന സമയത്താണ് ഗൗരി ശങ്കറിനോട് ചോദിക്കുന്നത്, ശങ്കുനെ ഇതേപോലെ മുൻപ് എന്നെ കാണുന്നതിന് മുന്നേ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ശങ്കർ വലിയൊരു ലിസ്റ്റ് തന്നെ ഇറക്കുവാണ്. ഒരുപാട് പേര് എൻ്റെ പിറകെ നടന്നിട്ടുണ്ട്, പക്ഷെ ഞാൻ അവരെ ഒന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല, ഞാൻ ആരുടെയും പിറകെ പോകാനും നിന്നിട്ടില്ല, പക്ഷെ എൻ്റെ പിറകെ ഒരുപാട് നിന്നിട്ടുണ്ടെന്നും പറഞ്ഞ് ഒരുപാട് ലിസ്റ്റൊക്കെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുശുംബി ഗൗരിക്ക് അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഗൗരി സങ്കടം പറയുവാണ്, അങ്ങനെയൊന്നും പാടില്ല ശങ്കർ, ഈ കല്യാണം കഴിയുന്നതിന് ശേഷം ശങ്കർ എന്നെ മാത്രമേ സ്നേഹിക്കാവൂ, എനിക്ക് വേറെ ആരെങ്കിലും ശങ്കറിനെ സ്നേഹിക്കുന്നതോ ഒന്നും എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് കുശുമ്പ് കുട്ടിത്തനമുള്ള ഗൗരി കാര്യം പറയുകയും അങ്ങനെ ശങ്കർ ഗൗരിയെ ചുമ്മാ കളിയാക്കുകയും അങ്ങനെ അവരുടെ സന്തോഷം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ശങ്കർ ഒരു കാര്യവും കൂടി ഗൗരിയോട് പറയുന്നുണ്ട്, ഞാൻ ഗൗരിക്ക് ഒരു സർപ്രൈസ് ഒരുക്കാൻ പോവാണ്. നമ്മൾ മുൻപ് ഒരു ഹണിമൂൺ ട്രിപ്പ് പോയെങ്കിലും അത് സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ നമുക്കൊരു ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്താലോ, നമുക്ക് രണ്ടുപേർ കൂടി പോകാം എന്ന് പറയുമ്പോൾ ഗൗരി അങ്ങനെയാണെങ്കിൽ പറയുകയാണെങ്കിൽ എന്നാൽ നമുക്ക് രണ്ടുപേർ കൂടി പോകുന്നതിൻ്റെ കൂടെ തന്നെ ആദർശിനെയും വേണിയും കൂടി വിളിക്കാം, അങ്ങനെ നമുക്ക് 4 പേർക്കും കൂടി സന്തോഷത്തോടെ ട്രിപ്പിന് പോയിട്ട് വരാം എന്ന് ഗൗരി പറയുകയും ശങ്കർ ഈ സമയം തന്നെ വേണിയെ വിളിച്ചിട്ട് ഈ ഒരു കാര്യം പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് വരാൻ കുഴപ്പമൊന്നുമില്ല, ആദർശമായിട്ട് സമ്മതിക്കുമോ ഇല്ലയോ എന്നൊരു സംശയമുണ്ട് എന്ന് അവിടെ വേണി പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആദർശിനോട് സംസാരിച്ചിട്ട് നമുക്ക് നോക്കാം, എന്തായാലും നമുക്ക് 4 പേർക്കും കൂടി ട്രിപ്പ് പ്ലാൻ ചെയ്യാം എന്ന് നമ്മുടെ ശങ്കർ വേണിയോട് പറയുന്നുണ്ട്. അങ്ങനെ സന്തോഷത്തോടെ ആ ഒരു ഫോണൊക്കെ വെച്ചെങ്കിൽ പോലും വേണിക്ക് ചെറിയൊരു സംശയമുണ്ട്, ആദർശേട്ടനെ ഇനി സമ്മതിക്കുമോ ഇല്ലയോ, ആദർശേട്ടന് എക്സാമൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്, അപ്പോൾ ഇനി സമ്മതിക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് മുത്തശ്ശിയും നന്ദിനി അമ്മയും വന്ന് കാര്യങ്ങൾ ചോദിക്കുകയും അങ്ങനെ നന്ദിനി അമ്മയോട് വേണി എല്ലാ കാര്യങ്ങളും പറയുകയും അവസാനം നന്ദിനി അമ്മയും മുത്തശ്ശിയും കൂടി പറയുവാണ്, എന്തായാലും വേണി ഈ കാര്യം ആദർശിനോട് ചോദിക്കുക, എന്നിട്ട് ആദർശ് സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവനെ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം എന്ന് അവിടെ മുത്തശ്ശിയും നന്ദിനി അമ്മയും ഒരു വാക്കൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഭയങ്കരമായിട്ട് സ്നേഹത്തോടെ അവർ കെട്ടിപ്പിടിക്കുകയും അങ്ങനെയൊക്കെ ഒരു സന്തോഷമൊക്കെ ഇങ്ങനെ പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ സമയത്ത് ഗൗരിയും ശങ്കറും സന്തോഷത്തോടെ ട്രിപ്പ് പോകുന്നത് ഇഷ്ടപ്പെടാതെ രാധാമണി കുറ്റവും കുറവുമായിട്ട് മഹാദേവന്റെ അടുത്ത് ചെന്നിട്ട് ഓരോ കുറ്റങ്ങൾ ഗൗരിയെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ മഹാദേവൻ അവിടെ പറയുന്നത് ഗൗരിയും ശങ്കറും ട്രിപ്പ് പോയിക്കോട്ടെ, അതിനെന്താ ഇപ്പോൾ കുഴപ്പം, അവർ സന്തോഷത്തോടെ പോയിട്ട് വരുന്നതിലല്ലേ നമുക്കും ആഗ്രഹിക്കുന്നത്, അതുകൊണ്ട് പോയിട്ട് വരട്ടെ എന്നവിടെ മഹാദേവൻ പറയുമ്പോൾ രാധാമണി നമ്മളുടെ പ്ലാൻ അതല്ലല്ലോ, ഗൗരി ഇവിടെ അടിച്ചിറക്കുന്നതല്ലേ നമ്മളുടെ പ്ലാന്. അപ്പൊ മഹാദേവൻ പറഞ്ഞത് ആദ്യം ഗൗരിയല്ല നമ്മളുടെ ഊഴം, ആദ്യം ശേഖരന്റെ കാര്യമാണ് ഇപ്പൊ നമ്മൾ നോക്കേണ്ടത്. ശേഖരൻ എന്തായാലും കുഞ്ഞു പിറക്കത്തില്ല, കമലേട്ടത്തേക്ക് ഇനി ഒരു കുഞ്ഞു പിറക്കത്തില്ല എന്ന് ഇവിടെ എല്ലാവരും പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ശേഖരനെ കൊണ്ട് നമുക്ക് നല്ലൊരു പെൺകുട്ടിയെ കണ്ട് ആ ഒരു പെൺകുട്ടിയും ശേഖരനുമായിട്ടുള്ള വിവാഹം നടത്തണം. അങ്ങനെ വിവാഹം നടത്തി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ഗൗരിയുടെ കാര്യം നോക്കിയാൽ മതി. അതുകൊണ്ട് ശേഖരന്റെ കല്യാണം നടക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം ഇവിടുന്ന് ഗൗരിയും ശങ്കറും മാറി നിൽക്കണം. അതുകൊണ്ട് അവർ ട്രിപ്പൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്ത് തീർക്കാനുണ്ട് എന്ന് മഹാദേവൻ അവിടെ പറയുകയും അങ്ങനെ സന്തോഷത്തോടെ രാധാമണിയും ആ ഒരു കാര്യത്തിനോട് യോജിച്ച് അവരെ ട്രിപ്പിന് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് ധൃതി പിടിക്കുന്നുണ്ട്.
അങ്ങനെ ഈ ഒരു പ്രശ്നങ്ങളും ഗൂഢാലോചനകളും തന്ത്രങ്ങളും എല്ലാം നമ്മുടെ ചാരങ്ങാട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആദർശ് എല്ലാ കാര്യങ്ങളും സമ്മതിച്ച് ആദർശം ട്രിപ്പ് പോകാനായിട്ട് സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബാങ്കിൽ വന്ന് കാര്യങ്ങൾ പറയുകയും അവിടെ നിന്ന് ലീവൊക്കെ മേടിച്ച് എല്ലാം സെറ്റാക്കി പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് അവിടെ രഞ്ജിനി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ രഞ്ജിനിയെ കണ്ട പാടെ തന്നെ ശങ്കർ നമ്മുടെ ആദർശ് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അവിടെ രഞ്ജിനി ആദർശിനെ വിടാനായിട്ട് വെറുതെ വിടാനായിട്ട് തയ്യാറാവുന്നില്ല. അപ്പോൾ ആദർശ് വീണ്ടും വീണ്ടും പറയുന്നുണ്ട്, നീ ഒരിക്കലും എന്നെ സ്നേഹിക്കരുത്, എനിക്ക് നിന്നെ ഒരിക്കലും സ്നേഹിക്കാൻ വേണ്ടി സാധിക്കത്തില്ല, അതുകൊണ്ട് നീ എന്നെ വെറുതെ വിടണം എന്ന് പറയുമ്പോൾ രഞ്ജിനി പറഞ്ഞത്, എനിക്ക് അങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ല, ആദർശേട്ടൻ എന്നെ സ്നേഹിക്കണം എന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷേ എനിക്ക് ആദർശേട്ടനെ സ്നേഹിക്കാൻ പാടില്ല എന്ന് ആദർശേട്ടൻ എങ്ങനെ പറയും? എന്നെ ആദർശേട്ടൻ സ്നേഹിക്കേണ്ട, പക്ഷെ ഞാൻ ആദർശേട്ടനെ സ്നേഹിക്കും എന്ന് പറഞ്ഞ് ആദർശിനോട് പറയുകയും നമുക്കൊരു കോഫിയൊക്കെ കുടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ആദർശിന്റെ കൈയൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ആദർശിന് വേണമെങ്കിൽ മാക്സിമം രഞ്ജിനി ഒഴിവാക്കാം, അല്ലെങ്കിൽ ഇത് എത്രയോ ഫ്രണ്ട് ആണെങ്കിലും നമ്മളെ പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാക്സിമം അവോയ്ഡ് ചെയ്യുക. അങ്ങനെ അല്ലെങ്കിൽ ദേഷ്യത്തോടെ രഞ്ജിനി പറയുന്ന കാര്യങ്ങളെല്ലാം എതിർത്ത് നിൽക്കുക. അല്ലാതെ ഒന്നും എതിർക്കാതെ രഞ്ജിനിക്ക് വേദനിക്കാനും പാടില്ല, പക്ഷെ തൻ്റെ ഭാര്യ വേദനിക്കാനും പാടില്ല. അങ്ങനെ രണ്ട് കാര്യത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. ഇല്ലെങ്കിൽ സത്യങ്ങളെല്ലാം വേണിയോട് തുറന്നു പറയണം. ഇത് വേണിയോട് സത്യങ്ങൾ തുറന്നു പറയത്തുമില്ല, പക്ഷേ രഞ്ജിനിയെ വേദനിപ്പിക്കാനും പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? എനിക്ക് ആ ഒരു കാര്യത്തോട് എനിക്ക് യോജിക്കാൻ വേണ്ടി പറ്റുന്നില്ല. എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്. പ്രേക്ഷകർക്ക് ഇതേ അഭിപ്രായമാണോ? ഇപ്പോൾ ഒന്നെങ്കിൽ വേണിയോട് തുറന്നു പറയാം, എന്നിട്ട് വേണിയുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടുപിടിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ തൻ്റെ ഭാര്യയാണ് ഏറ്റവും വലിയ പ്രധാനം, അവൾ കഴിഞ്ഞിട്ട് എനിക്ക് വേറെ ആരും ഉള്ളൂ, അതുകൊണ്ട് മാക്സിമം രഞ്ജിനെ അവോയ്ഡ് ചെയ്ത് അവൾ പറയുന്ന കാര്യങ്ങളൊന്നും സമ്മതിക്കാതിരിക്കുക. അങ്ങനെ പോകുമ്പോഴത്തേക്കും മാക്സിമം രഞ്ജിനി തന്നെ ആദർശിനെ വെറുത്തോളും എന്ന് വിചാരിക്കണം. അല്ലാതെ രഞ്ജിനി സങ്കടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് രഞ്ജിനി പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവിടെ വേണിയുടെയും ആദർശിൻ്റെയും ജീവിതമേ തകർത്തുള്ളൂ എന്ന് ആദർശ് അവിടെ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഇതിലൊരു മാറ്റം വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ ഒരു ഹണിമൂൺ ട്രിപ്പോടുകൂടി പലരുടെയും ജീവിതങ്ങൾ തന്നെ മറിയാൻ പോവാണ്. ശങ്കറും ഗൗരിയും അവിടെ ഒരുപാട് അടുക്കുന്നുണ്ടെങ്കിലും അവിടെ ഗൗരിയും ശങ്കറിനെയും കാത്ത് വലിയൊരു ചതിക്കുഴിയും ഒരുങ്ങിയിരിക്കുവാണ്. അപ്പം അതിനി എന്തൊക്കെ ആയിരിക്കും എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അപ്പോൾ പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് എന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞ കാര്യത്തോട് യോജിക്കുന്നുണ്ടോ അല്ലയോ വിയോജിക്കുന്നുണ്ടോ എന്നൊക്കെ പ്രേക്ഷകർക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകൾ കണ്ടറിയാതൊരിക്കും. ബൈ.